ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ തറ തുടയ്ക്കാനായിട്ട് നമുക്ക് ലൈസോളും വേണ്ട, ഫിനോയിലും വേണ്ട, അതുപോലെ തന്നെ വേറെ ലിക്വിഡ്സ് ഒന്നും വേണ്ട, ഫ്ലോർ ക്ലീനറും വേണ്ട. ഒരു ചെറിയ കഷ്ണം ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അടിപൊളിയായിട്ട് തറ നല്ല ക്ലീൻ ആവും, നല്ല സ്മെല്ലായിരിക്കും, നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. ഇതെനിക്ക് അനുഭവം ഉള്ളതാണ്. അതായത് ഒരു കഷ്ണം ഇഞ്ചി, ഓക്കെ, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ഇഞ്ചി മാത്രം മതി. അത് നമ്മൾ നല്ലോണം തോല് കളഞ്ഞ ശേഷം നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കത് ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇത് എല്ലായ്പ്പോഴും ഉണ്ടാക്കണം നിർബന്ധമില്ല. നിങ്ങളതുപോലെ നീരെടുത്ത് വെച്ച ശേഷം നിങ്ങൾ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ കാലം നിൽക്കും. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും തുടക്കുന്ന ഒരു വ്യക്തിയല്ല. അതായത് ഫ്ലോറ് ആഴ്ചയിൽ 2 ദിവസം 1 ദിവസമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും അങ്ങനെ കൂടുതൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഇത് അരച്ചെടുത്ത ശേഷം നമ്മളൊന്ന് അരിച്ചെടുക്കുക ചെയ്യേണ്ടത്. അരച്ചെടുത്ത ശേഷം നമ്മൾ ഏത് ബക്കറ്റിലാണോ നമ്മൾ വെള്ളം ഫ്ലോർ ക്ലീൻ ചെയ്യാൻ എടുക്കുന്നത് ആ ബക്കറ്റിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പലരും ഇഞ്ചി എന്ന് പറയുന്ന ശരിക്കും പ്രാണിശല്യങ്ങളെല്ലാം നിൽക്കും, ഉറുമ്പ് ശല്യം എല്ലാം നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലോറിൽ നല്ല സ്മെല്ല് കിട്ടും. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഈ ഒരു ലിഖിതം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇത് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഉപയോഗിക്കും, അത് ഉറപ്പാണ്. ശേഷം ഞാൻ അത് തുടക്കത്തിൽ ക്ലീൻ ചെയ്യാൻ നോക്കിക്കോളൂ. നന്നായി തിളങ്ങും നമ്മുടെ ഫ്ലോറ്. അതുപോലെ തന്നെ നല്ല ക്ലീൻ ആവും. പ്രാണിശല്യം, ഉറുമ്പ് ശല്യം, ഈച്ചശല്യം എന്നിവക ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല വൃത്തിയായിട്ട് വരികയും ചെയ്യും. പ്രത്യേകിച്ച് വീട്ടിലൊക്കെ പെറ്റ്സുകൾ, അതായത് പൂച്ച അല്ലെങ്കിൽ പട്ടിയൊക്കെ വീട്ടിൽ വളർത്തുന്നവർക്കൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയാണ്, നല്ല ഹൈജീനിക്കാണ് ശരിക്കും പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോർ നല്ല ക്ലീൻ ആയിട്ട് കിടക്കും. ഇതുണ്ട്, തറയിൽ നന്നായി നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് തറ ക്ലീൻ ആയിട്ട് വരും. പ്രത്യേകിച്ച് ഇവിടെ പട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തറ എപ്പോഴും അത്ര ക്ലീൻ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. കണ്ടോ, ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. എന്തായാലും ഇഞ്ചി വാങ്ങിക്കാൻ അധികം പൈസയൊന്നും ആവത്തില്ലല്ലോ. ഈ ലൈസോൾ മേടിച്ചും അതുപോലെ തന്നെ ഇതുപോലെ ചെയ്ത് വാങ്ങിച്ചും ക്യാഷ് കളയേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഇപ്പം തന്നെ ചെയ്യും. ഇത് മാത്രമല്ല, ഇത് ചെയ്യാൻ നമുക്ക് കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാം, ബാത്റൂമിൽ ക്ലീൻ ചെയ്യാം കേട്ടോ. ഇത് മാത്രമല്ല യൂസ്, നമ്മുടെ ബാത്റൂമിൽ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. നല്ല സ്മെല്ലാണ് ബാത്റൂമിന്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക്, അതുപോലെ തന്നെ മുറ്റത്തൊക്കെ ആണെങ്കിൽ ഇത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക, എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വരാന്തയിൽ മുറ്റത്ത് തളിച്ചു കൊടുക്കുക, ഡോർമാറ്റിലൊക്കെ ഇത് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്